ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഹിരോഷിമ ദിന പതിപ്പുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കൂട്ടുകാരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ എൻ്റെ ഇഷ്ടമാവുകയാണെങ്കിൽ ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇത് പതിപ്പിൻ്റെ ഫസ്റ്റ് പേജാണ്. ഹെഡിങ്ങും അതുപോലെ നെയിമും സ്കൂളും ക്ലാസ്സും ഒക്കെ എഴുതി കൊടുക്കുക. അടുത്തതായിട്ട് ഉള്ളടക്കം: ആമുഖം, ഹിരോഷിമ, നാഗസാക്കി, ഹാരി എസ് ട്രൂമാൻ, ലിറ്റിൽ ബോയ്, ഫാറ്റ്മാൻ, രണ്ടാം ലോക മഹായുദ്ധത്തിന് മുൻപും ശേഷവും, രണ്ടാം ലോക മഹായുദ്ധം, ആണവായുധം, ഹിബാക്കുഷ, സഡാക്കോ സസക്കി, ഹിരോഷിമ പീസ് മെമ്മോറിയൽ പാർക്ക്, ഒലിയാണ്ടർ, ബറാക് ഒബാമ, ഷിത്തോമ യമഗുച്ചി, ദി ഗാഡ്ജറ്റ്, ഐക്യരാഷ്ട്രസഭ, സഡാക്കോ ആൻഡ് 1000 പേപ്പർ ക്രൈൻസ്, ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ, യുദ്ധവും സമാധാനവും, ലിയോ ടോൾസ്റ്റോയ്, യുദ്ധം അവസാനിച്ചിട്ടില്ല, യുദ്ധം അവശേഷിപ്പിക്കുന്നത്, പോസ്റ്റർ. ഇത്രയും വിവരങ്ങളാണ് ഞാൻ ഈ പതിപ്പിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇതിലും കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നവർ അതുകൂടി ഉൾപ്പെടുത്തണം കേട്ടോ. വളരെ ചെറിയ പതിപ്പാണ്. എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം കേട്ടോ. ആമുഖം: ലോക മനസാക്ഷിയെ ഞെട്ടിച്ച 1945 കറുത്ത ദിനങ്ങളെ ഓർമ്മപ്പെടുത്തി വീണ്ടും ഒരു ഹിരോഷിമ നാഗസാക്കി ദിനങ്ങൾ. ലോകത്തെ ദുഃഖത്തിലാഴ്ത്തിയ വലിയ 2 ദുരന്തങ്ങളാണ് ഹിരോഷിമയും നാഗസാക്കിയും. ഹിരോഷിമ ജപ്പാനിലെ സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു നഗരമാണ് ഹിരോഷിമ. 1589 സെറ്റോ ഉൾക്കടലിൽ മോറി ടെറുമോട്ടോ എന്നയാളാണ് ഹിരോഷിമ അടങ്ങുന്ന ദ്വീപ് കണ്ടെത്തിയത്. ലോകത്താദ്യമായി യുദ്ധത്തിനിടയ്ക്ക് അണുബോംബ് ഉപയോഗിച്ചത് ഈ പട്ടണത്തിലാണ്. നാഗസാക്കി ജപ്പാനിലെ ക്യുഷു ദ്വീപുകളുടെ തലസ്ഥാന നഗരമാണ് നാഗസാക്കി. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരാണ് നാഗസാക്കി കണ്ടെത്തിയത്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ആണവായുധം പ്രയോഗിച്ച രണ്ടാമത്തെ നഗരം നാഗസാക്കിയാണ്. 1945 ഓഗസ്റ്റ് 9-നാണ് അമേരിക്ക ഇവിടെ അണുബോംബ് വർഷിച്ചത്. ഹാരി എസ് ട്രൂമാൻ അമേരിക്കൻ പ്രസിഡന്റ് ഹാരി എസ് ട്രൂമാൻ ആണ് ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് ഹിരോഷിമയിൽ വർഷിക്കാൻ ഉത്തരവിട്ടത്. 33-ാമത്തെ അമേരിക്കൻ പ്രസിഡന്റായിരുന്നു ഹാരി എസ് ട്രൂമാൻ. ലിറ്റിൽ ബോയ്, ഹിരോഷിമ, ഫാറ്റ്മാൻ, നാഗസാക്കി. അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ഭരണകർത്താക്കളായ റൂസ്വെൽറ്റിനെയും വിൻസ്റ്റൺ ചർച്ചിലിനെയും അനുസ്മരിച്ച് ബോംബുകൾക്ക് മെലിഞ്ഞ മനുഷ്യനെന്നും തടിച്ച മനുഷ്യനെന്നും അർത്ഥം വരുന്ന ലിറ്റിൽ ബോയ്, ഫാറ്റ്മാൻ എന്നീ പേരിട്ടു. ലിറ്റിൽ ബോയ് ഭാരം 4400 കിലോഗ്രാം, നീളം 3 മീറ്റർ, വ്യാസം 71 സെൻറ്റിമീറ്റർ, മൂലകം യുറേനിയം, പ്രഹരശേഷി 15 കിലോടൺ TNT. ഫാറ്റ്മാൻ ഭാരം 4670 കിലോഗ്രാം, നീളം 3.3 മീറ്റർ, വ്യാസം 1.5 മീറ്റർ, മൂലകം പ്ലൂട്ടോണിയം, പ്രഹരശേഷി 21 കിലോടൺ. രണ്ടാം ലോക മഹായുദ്ധത്തിന് മുൻപ് ഹിരോഷിമയും നാഗസാക്കിയും, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഹിരോഷിമയും നാഗസാക്കിയും. ചിത്രം ഉണ്ടെങ്കിൽ അതുകൂടി ഉൾപ്പെടുത്തണം കേട്ടോ. രണ്ടാം ലോക മഹായുദ്ധം 1939 സെപ്റ്റംബർ 1 മുതൽ 1945 സെപ്റ്റംബർ 2 വരെയുള്ള കാലത്ത് ആഗോളതലത്തിൽ സഖ്യകക്ഷികളും അച്ചുതണ്ട് ശക്തികളും തമ്മിൽ നടന്നു. 70-ലേറെ രാജ്യങ്ങൾ തമ്മിൽ ഭൂഗോളത്തിൻ്റെ നാനാദിക്കിലുമായി നടന്ന ഈ യുദ്ധത്തിൽ അമേരിക്ക, സോവിയറ്റ് യൂണിയൻ, ചൈന, ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെട്ട സഖ്യകക്ഷികൾ ജർമ്മനി, ജപ്പാൻ, ഇറ്റലി എന്നീ രാജ്യങ്ങൾ നേതൃത്വം നൽകിയ അച്ചുതണ്ട് ശക്തികളെ പരാജയപ്പെടുത്തുകയായിരുന്നു. ആണവായുധം അണുവിഘടനമോ ന്യൂക്ലിയർ ഫിഷൻ, അണുസംയോജനമോ ന്യൂക്ലിയർ ഫ്യൂഷൻ കൊണ്ട് നശീകരണ ശക്തി ലഭിക്കുന്ന ആയുധങ്ങളെയാണ് ആണവായുധം അഥവാ അണുബോംബ് എന്ന് വിളിക്കുന്നത്. അണുബോംബ് വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള അമേരിക്കയുടെ പദ്ധതിയായിരുന്നു മാൻഹാട്ടൻ പ്രോജക്റ്റ്. ഇതിൻ്റെ തലവനായിരുന്നു റോബർട്ട് ഓപ്പൺഹൈമർ. ആറ്റം ബോംബിൻ്റെ പിതാവ് എന്ന് അദ്ദേഹത്തെ വിളിക്കപ്പെടുന്നു.
ഇതിനേക്കാൾ നശീകരണ ശേഷിയുള്ള അണുസംയോജനം അടിസ്ഥാനമാക്കിയുള്ള ആയുധങ്ങളെ ഹൈഡ്രജൻ ബോംബ് എന്നോ തെർമോന്യൂക്ലിയർ ആയുധങ്ങളെന്നോ പറയുന്നു. ഹിബാക്കുഷ. ഹിരോഷിമയിലും നാഗസാക്കിയിലും ഉണ്ടായ അണുബോംബ് വിസ്ഫോടനത്തെ അതിജീവിച്ച് യാതന അനുഭവിച്ചു വരുന്ന വ്യക്തികളെയാണ് ഹിബാക്കുഷ എന്ന ജാപ്പനീസ് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. സഡാക്കോ സസക്കി. 1945 ഹിരോഷിമയിലെ അമേരിക്കയുടെ അണുബോംബ് ആക്രമണത്തിൽ രക്തസാക്ഷിയാകേണ്ടി വന്ന ജപ്പാനീസ് പെൺകുട്ടിയാണ് സഡാക്കോ സസക്കി. സഡാക്കോയ്ക്ക് 2 വയസ്സുള്ളപ്പോഴാണ് ഹിരോഷിമയിൽ അണുബോംബ് വീണത്. അപ്പോൾ മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടെങ്കിലും മാരകമായ അണുവികിരണങ്ങൾ അവൾക്ക് രക്താർബുദം വരുത്തിവെച്ചു. ഹിരോഷിമ പീസ് മെമ്മോറിയൽ പാർക്ക്. സമാധാനത്തിൻ്റെ പ്രതീകമായി പണിത മ്യൂസിയം. ഹിരോഷിമയിലെ അണുബോംബ് പ്രയോഗത്തെ അതിജീവിച്ച ഹിരോഷിമ പ്രീഫെക്ചറൽ ഇൻഡസ്ട്രിയൽ പ്രൊമോഷൻ ഹാൾ എന്ന കെട്ടിടത്തെ ഹിരോഷിമ ശാന്തി സ്മാരകം അഥവാ പീസ് മെമ്മോറിയൽ എന്ന പേരിൽ സംരക്ഷിച്ചു വരുന്നു. അണുവായുധ പ്രയോഗത്തിൽ നിന്നുണ്ടാകുന്ന നാശനഷ്ടങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഈ കെട്ടിടത്തെ സമാധാനത്തിൻ്റെ പ്രതീകമായും കണക്കാക്കുന്നു. ഇവിടെ വരുന്ന സന്ദർശകർ ഇതിനെ ഒരു പവിത്ര സ്ഥാനമായാണ് കരുതുന്നത്. 1996 ഡിസംബർ 7 ഈ സ്മാരകത്തെ യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥാനങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി. ഉദ്യാനത്തിലെ പ്രധാന മ്യൂസിയമാണ് ഹിരോഷിമ ശാന്തി സ്മാരക മ്യൂസിയം. ഈ മ്യൂസിയം ഹിരോഷിമയിലെ അണുബോംബ് പ്രയോഗത്തെപ്പറ്റിയുള്ള വിശദാംശങ്ങൾ നൽകുന്നു. ബോംബുകളെക്കുറിച്ചും അവയുടെ പ്രയോഗം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ബോധവൽക്കരണം നൽകുന്ന ചിത്രങ്ങളും അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഹിരോഷിമ പ്രീഫെക്ചർ ഇൻഡസ്ട്രിയൽ ഹാളിൻ്റെ അവശിഷ്ടം. ഹിരോഷിമ ശാന്തി സ്മാരകം. ഹിരോഷിമ പീസ് മെമ്മോറിയൽ പാർക്കിൻ്റെ സഡാക്കോയുടെ പ്രതിമ. ഒലിയാണ്ടർ. ഹിരോഷിമ സ്ഫോടനത്തിന് ശേഷം ആദ്യം വിരിഞ്ഞ പൂവ്. ഹിരോഷിമയുടെ ഔദ്യോഗിക പുഷ്പം. ജപ്പാനിൽ വിളിക്കുന്ന പേര് ക്യോച്ചിക്കൂഡോ. ബരാക് ഒബാമ. ആണവ സ്ഫോടനത്തിന് ശേഷം ഹിരോഷിമ സന്ദർശിച്ച ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ്. 2016 സുത്യോമ യമഗുച്ചി. ജപ്പാനിലെ 2 ആണവ സ്ഫോടനങ്ങളിലും ഹിരോഷിമയിലും നാഗസാക്കിയിലും അതിജീവിച്ച വ്യക്തി. ദി ഗാഡ്ജറ്റ്. ലോകത്തിലെ ആദ്യത്തെ അണുബോംബ്. ലോകത്തിലെ ആദ്യ അണുബോംബ് പരീക്ഷണം നടന്നത് 1945 ജൂലൈ 16 ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ. യുദ്ധവും സമാധാനവും. ലിയോ ടോൾസ്റ്റോയ്. യുദ്ധങ്ങൾ അവസാനിച്ചിട്ടില്ല. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷവും ചെറുതും വലുതുമായ ധാരാളം ആഭ്യന്തര യുദ്ധങ്ങൾക്ക് ലോകജനത സാക്ഷിയായി. ആഭ്യന്തര യുദ്ധങ്ങളിൽ അത്യാധുനിക ആയുധങ്ങൾ ഉപയോഗിക്കുന്നില്ലെങ്കിലും അവ അതിക്രൂരമാണ്. ഇതിൽ കൊല്ലപ്പെടുന്നവരിൽ ഭൂരിഭാഗവും സാധാരണ ജനങ്ങളാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തി പ്രദേശം ഉൾപ്പെടെ ഇപ്പോഴും യുദ്ധസമാന സാഹചര്യത്തിൽ നിലനിൽക്കുന്ന ധാരാളം പ്രദേശങ്ങളുണ്ട്. ഓരോ യുദ്ധവും അവശേഷിപ്പിക്കുന്നത്. ചിത്രങ്ങളുണ്ടെങ്കിൽ അതുകൂടി ഉൾപ്പെടുത്തണം കേട്ടോ. ഐക്യരാഷ്ട്രസഭ. 2ാം ലോക മഹായുദ്ധത്തിൻ്റെ പരിണിതഫലമായി ഉണ്ടായ സമാധാന സംഘടന. 1945 51 അംഗങ്ങളുമായി തുടക്കം കുറിച്ച് ഈ പ്രസ്ഥാനത്തിന് ഇന്ന് 193 അംഗരാജ്യങ്ങളുണ്ട്. വായിക്കാം. സഡാക്കോ ആൻഡ് ദ 1000 പേപ്പർ ക്രൈൻസ്. പോസ്റ്റർ. ഇന്നത്തെ വീഡിയോ എല്ലാ കൊച്ചുകൂട്ടുകാർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ.